അമേരിക്ക ഇറാനിൽ കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നോ എന്ന ചോദ്യം ഏതാനും ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കൂടുതൽ ഗുരുതരമാകുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഏകദേശം 57,000-ഓളം US സൈനികരെ പശ്ചിമേഷ്യയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക സന്നാഹമാണിത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ അതിർത്തിക്ക് സമീപം വിവിധ താവളങ്ങളിലായി അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപും ഹോർമൂസിനോട് ചേർന്ന തീരദേശങ്ങളും വരുതിയിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഹ്രസ്വകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പരിമിതമായ കരയുദ്ധം നടത്താൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം US സെൻട്രൽ കമാൻഡിന്റെ അറിയിപ്പ് പ്രകാരം 3500-ലധികം നാവികരുമായി USS ട്രിപ്പോളി എന്ന അത്യാധുനിക ആംഫിബിയസ് റെഡി ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലെത്തി. 31ാമത് മറൈൻ എക്സ്പീഡിഷണറി യൂണിറ്റിന്റെ ഭാഗമായി ഈ സൈനികർക്കൊപ്പം ട്രാൻസ്പോർട്ട്, സ്ട്രൈക്ക് ഫൈറ്റർ വിമാനങ്ങൾ, ആംഫിബിയസ് അസോൾട്ട് വാഹനങ്ങൾ എന്നിവയുമുണ്ട്. ഇതിനു പുറമെ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള പാരാട്രൂപ്പർമാരും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാനെതിരെ ഒരു വലിയ യുദ്ധം നടത്തുന്നതിന് പകരം പരിമിതമായ നീക്കങ്ങൾ നടത്താനാണ് പെന്റഗണിന്റെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രത്യേക സേന ഉപയോഗിച്ചുള്ള രഹസ്യ നീക്കങ്ങൾ, കടൽ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കൽ, ഖാർഗ് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കൽ തുടങ്ങിയവയാണ് ലക്ഷ്യം. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനടുത്തുള്ള തീരദേശ മേഖലകളിലും റെയ്ഡുകൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലേക്ക് 10,000-ലധികം സൈനികരെ കൂടി അയക്കുന്നത് ട്രംപിന്റെ പരിഗണനയിലുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെ ആകെ സൈനികരുടെ എണ്ണം 17,000-ത്തിലധികമാകും. ഇറാന്റെ വലിയ ഭൂപ്രദേശവും 9 കോടിയിലധികം വരുന്ന ജനസംഖ്യയും കണക്കിലെടുക്കുമ്പോൾ പൂർണ്ണ നിയന്ത്രണത്തിന് 50,000-ലധികം സൈനികർ പോലും തികയില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായി കഴിഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയ USന്റെ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോൾഡിനു പകരം USS ജോർജ് H.W. ബുഷ് സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത F-35B വിമാനങ്ങൾ വഹിക്കുന്ന USS ബോക്സർ എന്ന കപ്പലും കാലിഫോർണിയയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. സമാധാന ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ഈ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. അമേരിക്കൻ സൈനികർ ഇറാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ അവർ ശവപ്പെട്ടിയിലെ മടങ്ങിപ്പോകൂ എന്ന കടുത്ത മുന്നറിയിപ്പ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് നൽകി കഴിഞ്ഞു. അമേരിക്കൻ സൈനികർ വരാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ സേന. ഭൂമിയിൽ കാലുകുത്തിയാൽ അവരെ കത്തിച്ചു കളയും. അവരുടെ കൂടെ നിൽക്കുന്ന പ്രാദേശിക രാജ്യങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നും ഖാലിബാഫ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യം അമേരിക്കയും ഇസ്രയേലും ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയേറെ സൈനിക വിന്യാസവും തയ്യാറെടുപ്പുകളും നടത്തുമ്പോഴും അമേരിക്കയുടെ ഭാവിയെക്കുറിച്ചാണ് ആശങ്കകൾ ഉയരുന്നത്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സംഭവിച്ചതുപോലെ അവസാനമില്ലാത്ത ഒരു തീരാ യുദ്ധത്തിലേക്ക് അമേരിക്ക വീണ്ടും ചെന്നുപെടുമെന്ന ആശങ്ക വിദഗ്ധർക്കുണ്ട്. ഇറാൻ ഇതിനോടകം തന്നെ വലിയ തോതിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള തങ്ങളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. നേരിട്ടുള്ള യുദ്ധത്തിന് പുറമെ ശത്രുവിനെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന ഗറില്ല രീതികളിലും ഇറാൻ വളരെ ശക്തമാണ്. യമനിലെ ഹൂത്തികൾ, ലെബനനിലെ ഹിസ്ബുള്ള തുടങ്ങിയ സായുധ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പലയിടങ്ങളിൽ ഒരേ സമയം യുദ്ധം നയിക്കാനും ഇറാന് സാധിക്കും. ഇറാൻ അവരുടെ അത്യാധുനിക ഡ്രോണുകളും പേർഷ്യൻ ഗൾഫിലെ മൈനുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചാൽ അമേരിക്കൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാമെന്നാണ് സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ.